ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ അല്ല. വാഹനം ഓടിക്കുന്നവർ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 4 തെറ്റുകൾ, 4 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു ബിഗ് മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. വാഹനം ഓടിക്കുന്ന പലർക്കും 2 അഭിപ്രായമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത്, ഒരു വാഹനം കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ ചിലർ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം കയറ്റത്തെടുക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പരിധിവരെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം കയറ്റത്തെടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വാഹനം സ്റ്റാർട്ടായാൽ ഉടൻ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷമാണ് വാഹനത്തെ മൂവ് ആക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കുമ്പോൾ ഓൾറെഡി നമ്മളുടെ ബാക്കിലെ 2 റിയർ വീലിലേക്കാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലെ റിയർ വീല് ലോക്ക് ആവുകയും വാഹനം നമ്മൾ മുന്നോട്ട് മൂവ് ആക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് തേഞ്ഞു തീരാനും ഡിസ്കിനും ബ്രേക്ക് പാഡിനും ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ലോങ് ആയിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം കുറച്ച് ദൂരം ഓടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയർ തന്നെ ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരാതിരിക്കാനായിട്ടാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നതിന് മുന്നേ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെ നമ്മളൊരു കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് വാഹനം ബാക്കിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനത്തെ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലയച്ച് വാഹനം ഹാൻഡ് ബ്രേക്കിൻ്റെ ആ പിടുത്തത്താൽ ടയർ ലോക്കായിട്ട് കിടക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നത്. ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ ഹാഫ് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മൂവ് ആകുന്ന സമയത്തും ഓൾറെഡി നമ്മളുടെ ഹാൻഡ് ബ്രേക്ക് കേബിൾ കൊണ്ട് ബാക്കിലെ ടയർ ലോക്ക് ആയിരിക്കും. വാഹനത്തിന് ബ്രേക്ക് പാഡ് നമ്മളുടെ വാഹനത്തിന് ഡ്രമ്മുമായിട്ട് പിടിച്ചു നിന്നിട്ടാണ് വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ നീങ്ങുമ്പോൾ ഓൾറെഡി നമ്മളുടെ കേബിളിനും വാഹനത്തിന്റെ ബാക്കിലെ ബ്രേക്ക് പാഡിനും തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നോർമലായിട്ട് എടുത്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം കയറ്റത്തെടുക്കുന്ന അവസരങ്ങളിൽ ഹാൻഡ് ബ്രേക്കിന്റെ സഹായമില്ലാതെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ കാല് ബ്രേക്കിലുണ്ടായിരിക്കും. ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുകയാണ്. ഹാഫ് ക്ലച്ചിന്റെ കൃത്യമായിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് വാഹനം ഹാഫ് ക്ലച്ചിൽ വരുമ്പോൾ ഓൾറെഡി നമ്മളുടെ വാഹനത്തിന്റെ ബാക്കിലെ റിയർ വീലുകൾ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ബ്രേക്കുമായിട്ടുള്ള പിടുത്തമില്ല. വാഹനം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് വാഹനത്തിന്റെ ടയർ റണ്ണാകുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടും വാഹനത്തിന്റെ ബാക്കിലെ ബ്രേക്ക് പാഡിനോ മറ്റൊരു കാര്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള കംപ്ലൈന്റും ഇല്ലാതെ ഒരു വാഹനത്തെ നമുക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറ്റത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, അതൊന്ന് ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നോർമലായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇനി വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു വാഹനം കയറ്റത്തെടുക്കാൻ കഴിയുന്നില്ല, ഹാഫ് ക്ലച്ചിൽ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ ഹാൻഡ് ബ്രേക്കിന്റെ സഹായം തേടുക. കാരണം നമുക്ക് അവിടെ വേറൊരു ഓപ്ഷനും ഇല്ല. ഇനി രണ്ടാമത്തെ വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ചില ആൾക്കാർ ഒരു വാഹനം ഹാഫ് ക്ലച്ചിൽ കയറ്റത്ത് എടുക്കുന്ന അവസരങ്ങളിൽ, ഉദാഹരണം പറയാം, ഒരു ട്രാഫിക്കിൽ വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ മുന്നിലൊരു വാഹനമുണ്ട്, മുന്നിൽ ഉള്ള വാഹനം അവിടെ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്, നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷനില്ല. അപ്പോൾ ചിലർ ചെയ്യുന്നതാണ്, ഹാഫ് ക്ലച്ചിൽ വാഹനത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അതായത് ബ്രേക്ക് ചവിട്ടാതെ ഹാഫ് ക്ലച്ച് വരും, ഹാഫ് ആക്സിലറേറ്റർ കൊടുത്ത് ബ്രേക്കിന്റെ സഹായമില്ലാതെ വാഹനത്തെ നിർത്തും. ഇങ്ങനെ നിർത്തുന്നതും ഒരു കാരണവശാലും ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല. കാരണം ഇങ്ങനെ ഒരുപാട് നേരം നമ്മൾ വാഹനത്തെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ച് ഡിസ്കിന് തേയ്മാനം സംഭവിക്കും. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ കുറേയധികം ഫ്യൂവൽ നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കുറേയധികം ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ച് നയിച്ച് വാഹനം നിർത്തുമ്പോൾ അത്രയധികം ഫ്യൂവൽ കത്തിത്തീരും. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ എഞ്ചിന്, ഗിയർ ബോക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഘടകങ്ങൾക്കൊക്കെ ആവശ്യമില്ലാത്ത ഒരു പ്രഷർ നമ്മൾ കൊടുക്കുകയാണ്. അത് മുഖാന്തരം ഭാവിയിൽ നമ്മളുടെ വാഹനത്തിൻ്റെ മറ്റു പാർട്സുകൾക്കൊക്കെ, തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾക്കൊക്കെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇടത്തെ കാലിനും വലത്തെ കാലിനും ആവശ്യമില്ലാത്തൊരു പെയിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇടത്തെ
ഇടത്തെ കാല് ഉപയോഗിച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിൽക്കുന്നു, വലത്തെ കാല് കൊണ്ട് ഹാഫ് ആക്സിലറേറ്റർ കൊടുത്ത് കുറേ അധികം സമയം നമ്മൾ അങ്ങനെ വാഹനത്തെ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ രണ്ട് കാലിനും പെയിനും ഉണ്ടാകും. അതുകൊണ്ട് ഒരു പരിധിവരെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളൊരു വാഹനം നമുക്ക് ട്രാഫിക്കിൽ നിർത്തിയിടേണ്ട സിറ്റുവേഷൻ, ഒരു കയറ്റത്ത് നിർത്തിയിടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വാഹനത്തിന്റെ ഗിയർ ഒന്ന് ന്യൂട്രാക്കി കൊടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനത്തെ സ്റ്റാർട്ടിങ്ങിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയമൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി ലോങ് ആയിട്ട് നമുക്ക് നിർത്തുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങത്തുള്ളൂ, മുന്നിൽ നല്ല ബ്ലോക്കാണ് ഉള്ളതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് ഗിയറിലിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഒരു വാഹനം എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതിയിൽ വാഹനത്തെ നിർത്തുക. അതിനുശേഷം നോർമലായിട്ട് വാഹനത്തിലിരിക്കുക. പിന്നീട് വാഹനം നമ്മൾ എടുക്കേണ്ട സിറ്റുവേഷനിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് ഹാഫ് ആക്സിലറേറ്റർ കൊടുത്ത് നോർമലായിട്ട് തന്നെ വാഹനത്തെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാരും ഒരു വാഹനം കയറ്റത്തെടുക്കുന്ന അവസരങ്ങളിൽ ഹാഫ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്താൻ കഴിയാതെ വരുന്നു. അതനുസരിച്ച് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ തുടക്കക്കാർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വാഹനം കയറ്റത്തെടുക്കുമ്പോൾ ഹാഫ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു വണ്ടി ബാക്കിലേക്ക് റോൾ ബാക്ക് ആകാതെ നമുക്ക് ആക്സിലറേറ്റർ കൊടുത്ത് ഒപ്പം വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ടുമേലെ ഇപ്പോൾ വരും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. തീർച്ചയായിട്ടും അതനുസരിച്ച് നിങ്ങൾ ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോർമലായിട്ട് തന്നെ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഹാൻഡ് ബ്രേക്കിന്റെ സഹായമില്ലാതെ എടുക്കാൻ ശ്രമിക്കുക. കഴിയുന്നില്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന്റെ സഹായത്തോടെയൊക്കെ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ഹാഫ് ക്ലച്ചിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ കൊടുക്കാനായിട്ട് തുടക്കക്കാർക്ക് പലർക്കും അറിയത്തില്ല. അതായത് നമുക്കൊരു വാഹനം കയറ്റത്ത് മുന്നോട്ടെടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കി ഹാഫ് ക്ലച്ചിൽ വരുന്നു. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് നമ്മൾ കിടക്കുന്ന കയറ്റത്തിന്റെ അളവനുസരിച്ചുള്ള ഒരു ആക്സിലേഷൻ അല്ലെങ്കിൽ ഒരു പവർ നമ്മൾ ആക്സിലേഷനായിട്ട് മുന്നോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് വാഹനം കയറ്റത്ത് റോൾ ബാക്ക് ആകാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ കൊടുക്കാനായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ ചെറിയ കയറ്റങ്ങളിലൊക്കെ ആണെങ്കിൽ ഹാഫ് ക്ലച്ചിൽ നിന്ന് ചെറുതായിട്ട് അയക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആകും. പിന്നെ നമ്മൾ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത വാഹനം മുന്നോട്ട് നീങ്ങിക്കോളും. എന്നാൽ ചില കുത്തനെയുള്ള കയറ്റങ്ങളിൽ നമ്മൾ ബൈറ്റിംഗ് പോയിന്റിൽ വന്നു എന്ന് കരുതിയിട്ട് വാഹനം നീങ്ങത്തില്ല. വാഹനം നീങ്ങണമെന്നുണ്ടെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് വന്നാൽ ഉടൻ തന്നെ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ കയറ്റങ്ങളിലും വലിയ കയറ്റങ്ങളിലും ഒരുപാട് തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറെ കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നവർക്കും ആദ്യമായിട്ട് വാഹനം പഠിക്കുന്നവർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഹാഫ് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവ് ചെയ്യുന്ന മറ്റു സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹാപ്പി വിഷു ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.